അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. തിരുവസന്തം 1500. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ചെമ്പ്രാട്ടം മദാറു സഖാഫത്ത് സുന്നിയ ഒരുക്കുന്ന 40 ആശിഖീങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ച് സ്നേഹിച്ച് ജീവനേക്കാൾ സ്നേഹിച്ച 40 ആശിഖീങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു സംരംഭമാണിത്. ഇൻഷാ അല്ലാഹ് ഇഷ്കിന്റെ രംഗത്ത് അറിയപ്പെട്ട ഒരുപാട് മഹാന്മാരെ നമുക്ക് ഈ ഒരു സംരംഭത്തിലൂടെ പരിചയപ്പെടാം. ആശിഖീങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ആശിഖീങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഈ ഒരു ക്ലാസിന്റെ ശൈലി തന്നെ മഹാന്മാരായ സ്വഹാബത്ത്, അവരിൽ നിന്നുള്ള ആശിഖീങ്ങൾ, താബീങ്ങൾ, അവരിൽ നിന്നുള്ള ആശിഖീങ്ങൾ, പിന്നീട് അയിമത്ത് മുജ്തഹിദീങ്ങളിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരിൽ, മഹത്തുക്കളിൽ നിന്നുള്ള ആശിഖീങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ ശൈലി തന്നെ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് ശേഷം ഏകദേശം 2 വർഷം ഏതാനും മാസങ്ങൾക്ക് ശേഷവുമാണ് അവിടെ നിന്ന് ജനിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആനക്കല സംഭവം കഴിഞ്ഞ് 50 ദിവസത്തിന് ശേഷമാണ് ജനിച്ചതെങ്കിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആനക്കല സംഭവം കഴിഞ്ഞ് 2 വർഷം ഏതാനും മാസങ്ങൾക്ക് ശേഷവുമാണ് ജനിക്കുന്നത്. അഥവാ മുത്തനബി തങ്ങളുടെ ജന്മദിനം ക്രിസ്തു വർഷം 571 സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 573 ഏകദേശം സമകാലികരാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. എന്നാലും ചെറുപ്പത്തിലെ വളരെ വലിയ കൂട്ടുകാരായിരുന്നു. ചെറുപ്പത്തിലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നവരായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളും അവിടുത്തെ ശൈലികളും അവിടുത്തെ സത്യസന്ധതയുമെല്ലാം ജീവിതത്തിലൂടെ അനുഭവിച്ച് ബോധ്യപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം സ്വീകരിക്കാൻ അതൊരു കാരണമായത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, ഞാൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തെങ്കിലും അവർക്കൊക്കെ പെട്ടെന്ന് സ്വീകരിക്കാൻ ചെറിയൊരു വിമിഷ്ടം കാണിച്ചിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും കഅബയുടെ അരികിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അവിടെ നിന്ന് കണ്ടപ്പോൾ ചോദിച്ചു, യാ മുഹമ്മദ് മാ ഹാദാ, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുകയും അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പ അബൂ ത്വാലിബിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് അലിയാർ തങ്ങൾ മുസ്ലിമായത് ചരിത്രങ്ങളിൽ കാണാം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങനെയായിരുന്നില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നിയോഗിക്കപ്പെട്ട ആ കാര്യം സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞതോടുകൂടെ തന്നെ പറ്റിയടിക്കങ്ങ് വാസ്തവമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന പേര് തന്നെ ലഭിച്ചത്. മഹാനവറുടെ പേര് യഥാർത്ഥത്തിൽ അബ്ദുള്ള എന്നാണ്. അബൂബക്കർ എന്നുള്ള മഹാനവറുടെ ഓമന പേരാണ്. സിദ്ദീഖ് എന്ന്, അതിൽ അത്തീഖ് എന്നെല്ലാം മഹാനവറുകൾക്ക് സ്ഥാനപേര് നൽകപ്പെട്ടതാണ്. സിദ്ദീഖ് എന്ന സ്ഥാനപേര് നൽകപ്പെടാൻ തന്നെ കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാസ്തവമാക്കുന്ന വിഷയത്തിൽ ഒന്നുകൂടി മുന്നിലായതുകൊണ്ടാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ആ സംഭവങ്ങൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ വിശദീകരിച്ചു. പല സ്വഹാബത്തും അത് കേട്ടപ്പോൾ കളവ് പറയുകയാണോ എന്ന് തെറ്റിദ്ധരിച്ച് ചില ആളുകളൊക്കെ മുർത്തദ്ദായി പോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ ഇത് കേട്ട സമയത്ത് അവർക്ക് കിട്ടിയ വലിയ ഒരു നിധി പോലെ അവർ ആഘോഷിച്ചു. എല്ലാവരുടെ അരികിൽ ഓടി നടന്ന് പറയാൻ തുടങ്ങി, മുഹമ്മദ് ഇങ്ങനെയൊക്കെ കളവ് പറയുന്നുണ്ട്, പണ്ടേ ഞങ്ങൾ പറയാറുണ്ടല്ലോ അവൻ ഭ്രാന്തനാണെന്ന്.
അങ്ങനെ ഇവർ റസൂലുള്ളാഹി തങ്ങൾ ഈ പറയുന്ന വിശദീകരിക്കുന്ന സദസ്സിൽ നിന്ന് അവർ പുറത്തിറങ്ങി. അവർ ഇത് കൊട്ടിഘോഷിച്ച് നടക്കുന്ന സമയത്ത് ആദ്യമായി വഴിയിൽ വെച്ച് കണ്ട സിദ്ദീഖ് അക്ബർ തങ്ങളെയാണ്. സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖെ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഉടൻ തന്നെ സിദ്ദീഖ് അക്ബർ തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത് സാക്ഷിയാണ്. ഉടൻ തന്നെ സിദ്ദീഖ് അക്ബർ തങ്ങൾ പറയുന്നു, എങ്കിൽ ഞാൻ അതുകൊണ്ട് വാസ്തവമാക്കിയിട്ടുണ്ട്. മുത്തനബി തങ്ങൾ പറഞ്ഞത് ഒരിക്കലും കളവാവുകയില്ല. ഈ രൂപത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം വാസ്തവമാക്കിയതിന്റെ കാരണത്താലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്ന് പേര് ലഭിച്ചത്. എന്നാൽ അവിടുത്തെ ഇഷ്കും അതുപോലെ തന്നെയാണ്, വലിയ സ്നേഹമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, സിദ്ദീഖ് അക്ബർ തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും മറ്റുള്ള ലോകത്തുള്ള എല്ലാവരുടെ ഈമാൻ തുലാസിന്റെ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് അക്ബർ തങ്ങളുടെ ഈമാനാണ് മുൻതൂക്കമാവുക. നബി തങ്ങൾ തന്നെ പറയുന്നു, അത് സിദ്ദീഖ് അക്ബർ തങ്ങൾ നിസ്കരിച്ച കൂടുതൽ നിസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കൽബിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു കാര്യമാണ്. ആ കാര്യം ഏതാണ്? പല മുഫസ്സിരീങ്ങളും പല മുഹദ്ദിസീങ്ങളും പല രൂപത്തിൽ വിശദീകരിച്ചപ്പോൾ ചില മുഹദ്ദിസീങ്ങൾ കാണാം, വദാലിക മഹബ്ബത്തുല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും അവിടുത്തെ റസൂലിനോടുമുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്താണ്, അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹത്തിന്റെ വിഷയത്തിൽ മറ്റുള്ള സ്വഹാബത്തിന്റെ ഒക്കെ മുകളിലാണ് സിദ്ദീഖ് അക്ബർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചത് കാണാം. ഒരൊറ്റ ഉദാഹരണത്തിന് വേണ്ടി തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ നബി തങ്ങൾ അതേ ഏകദേശ കാലഘട്ടക്കാരാണ്, 2 വയസ്സിന് വ്യത്യാസമേ. മദീനയിലേക്ക് ഹിജറ പോകുന്ന ഘട്ടം, ആ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സംഭവമുണ്ട്. ആ മലമുകളിലേക്ക് കയറുക വളരെ ദുഷ്കരമാണ്. പോയ ആളുകൾക്കെല്ലാം അനുഭവിച്ചറിഞ്ഞ കാര്യമായിരിക്കും. ആ മലമുകളിലേക്ക് മഹാനായ സിദ്ദീഖ് അക്ബർ തങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവിടത്തേക്ക് ക്ഷീണം ബാധിച്ചു. വല്ലാതെ ക്ഷീണമുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സിദ്ദീഖ് അക്ബർ തങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തോളിലേറ്റിക്കൊണ്ട് മല കയറുകയാണ്. കേവലം നബി തങ്ങളെ കുറിച്ച് 2 വയസ്സ് മാത്രമേ താഴെയുള്ളൂ. എന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്താൻ സമ്മതിക്കാതെ സിദ്ദീഖ് അക്ബർ തങ്ങൾ അവിടുത്തെ തോളിലേറ്റിക്കൊണ്ട് ആ മല കയറുകയാണ്. അവർക്ക് റസൂലുള്ളാഹി തങ്ങളോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ്. മലയുടെ മുകളിലെത്തി ആ സോറിലേക്ക് കടക്കുന്ന സമയത്ത് സിദ്ദീഖ് അക്ബർ തങ്ങൾ നബിയോട് പറയാം, നബിയെ, അങ്ങ് ഇവിടെ ഇരിക്കണം, ഞാൻ ഉള്ളിലേക്കൊന്ന് പോയി നോക്കട്ടെ, അവർക്ക് വൃത്തിയാക്കട്ടെ. സിദ്ദീഖ് അക്ബർ തങ്ങൾ ഉള്ളൊക്കെ വൃത്തിയാക്കി. വല്ല പാമ്പുകളോ ജീവികളോ ഉണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അങ്ങോട്ട് കയറുന്നത്. അങ്ങനെ കയറി എല്ലാം വൃത്തിയാക്കി. അങ്ങനെ അതിലുള്ള ചെറിയ പൊത്തുകളെല്ലാം തൻ്റെ തുണിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ആ പൊത്തുകളെല്ലാം അടച്ചു. അവസാനം ഒരു പൊത്ത് മാത്രം ബാക്കിയാകുന്നു. മുത്തനബി സിദ്ദീഖ് അക്ബർ തങ്ങൾ അവിടുത്തെ കാലിന്റെ തള്ളവിരൽ അങ്ങോട്ട് അമർത്തി പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വല്ല പാമ്പുകളോ മറ്റുള്ളവന്ന് മുത്തനബി തങ്ങളെ കൊത്തരുത്, മുത്തനബി തങ്ങൾ ആക്രമിക്കരുത്, എനിക്ക് വല്ലതും സംഭവിച്ചാലും കുഴപ്പമില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് സംഭവിക്കരുത്. അങ്ങനെ മുത്തനബി തങ്ങളെ വിളിക്കുകയാണ്. അവിടുന്ന് ആ ഗുഹയിലേക്ക് കയറി വരുന്നു. സിദ്ദീഖ് അക്ബർ തങ്ങളുടെ മടിയിൽ ക്ഷീണിച്ച റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് അക്ബർ തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നബി തങ്ങളെ തോളിലേറ്റിട്ടാണ് സിദ്ദീഖ് അക്ബർ തങ്ങൾ കയറി വന്നിട്ടുള്ളത്. ആ സിദ്ദീഖ് അക്ബർ തങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കുക, നബി തങ്ങൾക്ക് കാവലിരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുന്നു. ആ സമയത്ത് സിദ്ദീഖ് അക്ബർ തങ്ങളുടെ കാലിന് ആ നാളത്തിൽ നിന്ന് പാമ്പ് കൊത്തുകയാണ്. സിദ്ദീഖ് അക്ബർ തങ്ങൾ കാലെടുക്കുന്നില്ല, പാമ്പാണ് കൊത്തുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും കാലെടുക്കുന്നില്ല. കാരണം കൊണ്ട് കാലെടുത്താൽ മുത്തനബി തങ്ങൾ ആക്രമിക്കുമോ? അപ്പൊ സ്വന്തം ജീവൻ അപായത്തിൽപ്പെടുന്ന അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയാണ്. പാമ്പ്, വിഷപ്പാമ്പാണ് കാലിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സിദ്ദീഖ് അക്ബർ തങ്ങൾ കാലെടുക്കാതെ ആ വേദന സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് കാലനക്കാതെ വെക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുന്നു. ആ മുത്തുനബി തങ്ങളുടെ ഉറക്കം ബുദ്ധിമുട്ടാകുമോ എന്ന് വരെ വിചാരിച്ചുകൊണ്ട് ഉറങ്ങാതെ സിദ്ദീഖ് അക്ബർ തങ്ങൾ നിൽക്കുകയാണ്. സിദ്ദീഖ് അക്ബർ തങ്ങൾ അങ്ങേയറ്റത്തെ മഹബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, സിദ്ദീഖേ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് തരാം, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം എനിക്ക് തരുമോ? ഏതാണെന്ന് സിദ്ദീഖ് അക്ബർ തങ്ങൾ ചോദിച്ചപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സിദ്ദീഖേ, സൗറിൽ ഞങ്ങൾ മുത്തനബി തങ്ങൾക്ക് ആ ഒരു ഹിജറയുടെ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് സൗറിൽ അവിടെ നിന്ന് നൽകിയ ഒരു സംരക്ഷണം, ആ ഒരു സമയത്ത് നബി തങ്ങൾക്ക് നിങ്ങൾ നൽകിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ ആ സംരക്ഷണത്തിന്റെ ദിവസമൊന്ന് എനിക്ക് തരുമോ? എൻ്റെ ജീവിതം മുഴുവൻ തങ്ങൾക്ക് തരാം
എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സിദ്ദീഖ് അക്ബർ തങ്ങൾ പറഞ്ഞു, അതൊരിക്കലും ഞാൻ തരില്ല. അപ്പൊ അത് തന്നെ മുത്തനബി തങ്ങളോടുള്ള മഹബത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിദ്ദീഖ് അക്ബർ തങ്ങളെ പോലുള്ള ആശിക്യങ്ങളോടുകൂടെ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.